പറയാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എത്തിക്കൽ കൺസിഡറേഷൻസ് എന്നാണ്. അതായത് ഇപ്പോൾ ധാരാളം ഈ ഡിസബിലിറ്റി മേഖലയിൽ അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡേഴ്സിൻ്റെ മേഖലയിൽ ധാരാളം ടെസ്റ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് ഒരു ടെസ്റ്റ് എഴുതി കൊടുക്കാനും ഇപ്പോൾ ഡോക്ടർ നിഷ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റ് എഴുതി കൊടുക്കാനും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതൊക്കെ വളരെ എളുപ്പമാണ്. അത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളതാണ് പലപ്പോഴും വലിയൊരു ചോദ്യമായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം എത്തിക്കൽ ഇഷ്യൂസ് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നേരിടുന്നുണ്ട്. അതിനെപ്പറ്റി ചെറുതായിട്ടൊരു കാര്യങ്ങൾ പറയാം. എത്ര പേർക്കത് നേരിട്ട് ഉപയോഗപ്പെടുമെന്ന് അറിയില്ല എങ്കിൽ പോലും ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ജനറ്റിക് ടെസ്റ്റുകൾ ധാരാളം അവൈലബിൾ ആണ്. മുമ്പ് നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല. മുമ്പ് ഒരു ജനറ്റിക് പ്രോബ്ലം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യും. ഈ കണ്ടീഷനെ പറ്റി കൂടുതൽ പഠനം നടത്തിയ സായിപ്പന്മാരാരാണെന്ന് നോക്കും. അപ്പോൾ അവരെ ഇമെയിൽ കണ്ടുപിടിക്കും, അവർക്കൊരു മെയിൽ അയക്കും, ഞങ്ങൾക്കൊരു കേസ് ഉണ്ട്, വളരെ പുവറാണ്, അവർക്ക് പൈസയൊന്നുമില്ല, ഫ്രീ ആയിട്ട് ഒരു ടെസ്റ്റ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. ചിലപ്പോൾ അവർ ചെയ്യാമെന്ന് പറയും. അപ്പോൾ സാമ്പിൾ അയക്കാൻ പറ്റില്ല. അപ്പോൾ അവരോട് നമ്മൾ അയക്കാൻ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, നിങ്ങളുടെ ഫെഡെക്സ് നമ്പർ തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർ നമ്പർ തരും. അങ്ങനെയൊക്കെ അയച്ച് നമ്മൾ മുമ്പ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു ജനറ്റിക് ഡയഗ്നോസ് മുമ്പ് നടത്തിയിരുന്നത്. അതേസമയം ഇന്ന് വളരെ എളുപ്പമാണ്. ധാരാളം ടെസ്റ്റുകൾ നമുക്ക് നാട്ടിൽ തന്നെ ഉണ്ട്. അതുപോലെ ചിലവും വളരെയേറെ കുറഞ്ഞിട്ടുണ്ട്. പണ്ട് ഒരു ജനറ്റിക് ടെസ്റ്റ് ചെയ്യാനുള്ള ചിലവ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെയേറെ കുറവാണ് ടെസ്റ്റ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ടെസ്റ്റുകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഏതൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഒന്ന് പേഷ്യൻ്റ് ഓട്ടോണമിയാണ്. അതായത് ഒരു പ്രത്യേക ചികിത്സ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് ആ പേഷ്യൻറ്റിനാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരാണ് തീരുമാനിക്കേണ്ടത് ഈ ഒരു ടെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ. അതുപോലെ ബെനിഫിസൻസ്, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു ഇൻ്റർവെൻഷൻ കൊണ്ട് ആ ഒരു രോഗിക്ക് അല്ലെങ്കിൽ ആ ഒരു ഫാമിലിക്ക് ഗുണം ഉണ്ടാവണം. അതാണ് ബെനിഫിസൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഗുണം ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള സമയത്ത് അറ്റ്ലീസ്റ്റ് നോൺ മാലിഫിസൻസ്, നമ്മൾ ചെയ്യുന്നൊരു കാര്യം കൊണ്ട് അവർക്കൊരു ദ്രോഹം ഉണ്ടാവരുത്. ഇപ്പോൾ ഉള്ള കണ്ടീഷനേക്കാളും മോശമാക്കുന്നൊരു ഇൻ്റർവെൻഷൻ ആവരുത് നമ്മളുടേത്. അപ്പോൾ അതാണ് നോൺ മാലിഫിസൻസ്. പിന്നെ ഒന്ന് ജസ്റ്റിസ്, ചില പ്രത്യേക കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ അവൈലബിൾ ആവുക എന്നുള്ളതൊക്കെ. ചിലർക്ക് മാത്രം ചെയ്യാൻ പറ്റുക, മറ്റുള്ളവർക്ക് അതില്ല. അങ്ങനെ ജസ്റ്റിസ് എന്നുള്ളതും ഒരു എത്തിക്കൽ പ്രിൻസിപ്പിളാണ്. ജനറ്റിക് കൗൺസിലിംഗ് വരുമ്പോഴത്തേക്കും വരുന്ന ചില എത്തിക്കൽ പ്രിൻസിപ്പിൾസാണ്. ഒന്ന് നോൺ ഡയറക്റ്റീവ്നെസ്. അതായത് ഇപ്പോൾ ഒരു ഫാമിലി നമ്മളെടുത്ത് വരികയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ അവരിപ്പോൾ ഒരു ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഒരു പ്രത്യേക ജനറ്റിക് പ്രോബ്ലം ഉണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ട് വരികയാണ്. അപ്പോൾ നമ്മളവരോട് ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക ഇത് അബോർഷൻ ചെയ്താലാണ് ഈ ഫാമിലിക്ക് നല്ലത്, ഇത് തുടരുന്നതിൽ വലിയ കാര്യമില്ല. പക്ഷേ നമ്മൾ ആ രീതിയിൽ തന്നെ അവരോട് പറയാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ഡയറക്റ്റീവ്, നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് മരുന്ന് എഴുതി കൊടുക്കുന്ന പോലെയല്ല ജനറ്റിക് കൗൺസിലിംഗ്. അപ്പോൾ നമുക്കതിൻ്റെ പ്ലസ് പോയിൻറ്റ്സും മൈനസ് പോയിൻറ്റ്സും എല്ലാം അവരോട് വിശദീകരിച്ച് കൊടുത്തിട്ട് വി ആർ മേക്കിംഗ് ദം കേപ്പബിൾ ഓഫ് ടേക്കിംഗ് ദെയർ ഓൺ ഡിസിഷൻ. ചില ആൾക്കാർ ചോദിക്കും, ഇപ്പോൾ ഡോക്ടർക്കാണ് ഇത് വന്നതെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കും. അങ്ങനെയല്ല, ഡോക്ടർക്ക് വന്നാൽ ഡോക്ടർ തീരുമാനം എടുക്കും, നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ തീരുമാനം എടുക്കുക. ഇന്നതൊക്കെയാണ് അതിലെ കാര്യങ്ങൾ. യു ക്യാൻ ടേക്ക് യുവർ ഓൺ ഡിസിഷൻ. അതാണ് നോൺ ഡയറക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. കാര്യങ്ങൾ ക്ലിയറാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. പിന്നെ ഇൻഫോംഡ് കൺസെൻറ്റ്, നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ടെസ്റ്റിന് അയക്കുമ്പോഴത്തേക്കും ഇതെന്തിനാണ് അയക്കുന്നത്, ഇതിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുക, എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറ്റാതിരിക്കുക, ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് നിങ്ങളോട് ഏകദേശം, അതിനെപ്പറ്റിയൊക്കെ ഒരു സൂചന കിട്ടണം. അതെല്ലാം വെച്ചിട്ട് അവർ തീരുമാനിക്കണം ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതാണ് ഇൻഫോംഡ് കൺസെൻറ്റ് എന്ന്. അതുപോലെ എല്ലാത്തിനും ഉണ്ടല്ലോ, നമ്മളൊരു പ്രൊസീജിയർ ചെയ്യുമ്പോഴും നമ്മൾ ഇൻഫോംഡ്, ഇപ്പോൾ ഒരു ലംബാർ പങ്ക്ചർ ചെയ്യുന്നു, അപ്പോൾ എന്താണ് ചെയ്യുന്നത്, അതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ അതുപോലെ ഇൻഫോംഡ് കൺസെൻറ്റ് ജനറ്റിക് ടെസ്റ്റുകളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി, ഈ ജനറ്റിക് റിപ്പോർട്ടുകൾ നമ്മൾ ആരോട് പറയാം, ആരോടൊക്കെ പറയണ്ട, അതും വളരെ പ്രധാനമാണ്. എല്ലാവർക്കും അവരുടെ റിസൾട്ട് പരസ്യപ്പെടുത്തുന്നതൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. വീട്ടിൽ തന്നെയുള്ള മറ്റാൾക്കാർ അറിയുന്നത് തന്നെ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ആ കോൺഫിഡൻഷ്യാലിറ്റി വളരെ വളരെ പ്രധാനമാണ്. കുട്ടികളുടെ കാര്യമാകുമ്പോഴത്തേക്കും കുട്ടികളോട് നമുക്ക് പറയാൻ പറ്റില്ല, എന്തായാലും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ പാരൻസിനോടാണ് നമ്മൾ പറയുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, കോൺഫിഡൻഷ്യാലിറ്റി. പിന്നെ സപ്പോർട്ട് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ അവരൊരു ഡിസിഷൻ
എടുക്കാനായിട്ട് നമ്മൾ അവരെ കേപ്പബിൾ ആക്കുകയാണ്. അവരെന്ത് ഡിസിഷൻ എടുത്താലും നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എനിക്ക് നേരിട്ട ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നൊരു രോഗമാണ്. ആ ഒരു കപ്പിളിൻ്റെ 3 കുട്ടികൾ ഓൾറെഡി രോഗം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ കൂടെ ന്യൂമോണിയൊക്കെ വന്ന് മരിച്ചുപോയി. 4ാമത്തെ കുട്ടി ഇതേ രോഗമായിട്ട് വന്നു. ഓട്ടോസോമൽ റിസസീവ് രോഗമാണ്, 25% ചാൻസ് വരാനുള്ള. പക്ഷേ ഇവർക്ക് എല്ലാ കുട്ടികൾക്കും വന്നു. ബൈ ചാൻസാണ് ഇത്. 25% എന്ന് പറഞ്ഞാൽ 4 കുട്ടികളിൽ ഒരാൾക്ക് വരുന്നല്ല. ഓരോ പ്രഗ്നൻസിയിലും 25% റിസ്ക് എന്നാണ്. അപ്പോൾ 4ാമത്തെ കുട്ടിക്കും വന്നു. ആ കുട്ടിയെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ കണ്ടുപിടിച്ചു സിസ്റ്റിക് ഫൈബ്രോസ്. പക്ഷേ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. 5ാമത് ഇവർ പ്രഗ്നൻ്റായി. 5ാമത് പ്രഗ്നൻ്റ് ആവുന്ന ഇവർ 40ാമത്തെ വയസ്സിലാണ്. പ്രീനേറ്റലി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും സിസ്റ്റിക് ഫൈബ്രോസ് ഈ കുട്ടിക്കും ഉണ്ട്, ഉള്ളിലുള്ള കുട്ടിക്കും ഉണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞു, ഇന്നതാണ് പ്രശ്നം, മറ്റു കുട്ടികൾക്കുള്ള പോലെയുള്ള രോഗമാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലായി. എനിക്കിപ്പോൾ 40 വയസ്സായി, ഞാൻ ഒരു തവണയും കൂടെ ഗർഭിണിയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ എന്തായാലും സിസ്റ്റിക് ഫൈബ്രോസ് ആണല്ലോ, അതിനെവിടെയൊക്കെ എന്തൊക്കെയോ ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നു. അപ്പോൾ ഡോക്ടറെയൊക്കെ എനിക്ക് വളരെ വിശ്വാസമാണ്. ഞാൻ ഏതായാലും പ്രസവിക്കാൻ തീരുമാനിക്കുകയാണ്. നിങ്ങൾ ഡോക്ടർ പറ്റുന്ന പോലെയൊക്കെ ചികിത്സിക്കുക, രക്ഷപ്പെടുകയാണ് രക്ഷപ്പെട്ടെ, എനിക്ക് ഇനിയൊരു കുട്ടി ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അപ്പോൾ അവരെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കുന്ന ഒരു ഡിസിഷനാണ്. അവരോട് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയല്ല, ഈ കുട്ടി മിക്കവാറും മരിച്ചു പോകും, നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ നമുക്ക് പറ്റില്ല. അതെല്ലാം മനസ്സിലാക്കിയിട്ട് അവരവരുടെ സാഹചര്യങ്ങൾ വെച്ചിട്ട് എടുത്തൊരു തീരുമാനമാണ്. അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ നിൽക്കുക. അവർ പ്രസവിച്ചു, ആ കുട്ടിക്കും അതുതന്നെ സംഭവിച്ചു. പക്ഷേ നമുക്കറിയില്ലല്ലോ, ചിലപ്പോൾ ആ സമയത്തിനിടയിൽ പുതിയൊരു ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിലോ അല്ലെങ്കിൽ അറിഞ്ഞുകൂടാ. എനിവേ അവരുടെ ഡിസിഷൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കാര്യം. അപ്പോൾ ഇൻഫോംഡ് കൺസെൻറ്റ് പീഡിയാട്രിക്സിൽ വരുമ്പോഴത്തേക്കും അത് പാരൻസിനോടാണ് നമ്മൾ പറയുന്നത്. ഒരു പ്രത്യേക ഏജ് കഴിഞ്ഞാൽ കുട്ടികളോടും കൂടെ ഡിസ്കസ് ചെയ്യണം, അസെൻറ്റ് എന്ന് പറയും അതിന്. പിന്നെ അതുപോലെ ചിലപ്പോൾ നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും, ഇത് ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഈ എക്സോം സീക്വൻസിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ സംശയിക്കുന്നത് ഒരു പ്രത്യേക, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സിസ്റ്റിക് ഫൈബ്രോസ് ഉണ്ടോ നോക്കാനായിട്ട് ഒരു ടെസ്റ്റ് ചെയ്തു. അപ്പോൾ സിസ്റ്റിക് ഫൈബ്രോസിസ് ഇല്ല എന്നുള്ള റിസൾട്ട് കിട്ടി. അതിൻ്റെ കൂടെ അവർ ബാക്കി കുറേ ജീനുകൾ നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു റിസൾട്ട് കിട്ടുകയാണ്, ഈ കുട്ടിക്ക് അഡൽട്ട് ലൈഫിൽ ക്യാൻസർ വരാനുള്ള ചില റിസ്ക് ഉള്ള ജീനുകളുടെ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു റിസൾട്ട് കിട്ടുകയാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് നമ്മൾ ഇവരോട് പറയണോ വേണ്ടേ? അതും വളരെ ഒരു എത്തിക്കലായിട്ടുള്ള ഒരു വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യുമ്പോഴേ അവരോട് പറയും നമ്മൾ ഇന്ന കാര്യത്തിനാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ വേറെ കുറേ കാര്യങ്ങളും കൂടെ നോക്കും. അതിൻ്റെ റിസൾട്ടുകളൊക്കെ അവർ നമ്മളെ അറിയിക്കണം എന്നാണോ ലാബിനോട് ആവശ്യപ്പെടേണ്ടത്, അറിയിക്കണ്ടെന്നാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ തീരുമാനം എടുക്കണം. എന്നിട്ട് വേണം അയക്കാൻ. നമ്മളതൊന്നും അറിയണ്ട, എനിക്ക് ഈ കാര്യം മാത്രം അറിഞ്ഞാൽ മതി എന്നാണ് അവർ പറയുന്നതെങ്കിൽ ബാക്കിയൊന്നും അറിയണ്ട. അതൊന്നും അറിയാതെ നമ്മളെല്ലാം ടിക്കറ്റ് കൊടുത്തിട്ട് പിന്നെ ഈ റിസൾട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളാകെ പ്രശ്നത്തില്ല. ഇതെന്ത് ചെയ്യണം, ഇതും കൊണ്ട് ഇവരോട് പറയണോ പറയാതിരിക്കണോ? പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടീനെ നമ്മൾ കാണുന്നത് വേറൊരു രീതിയിലായിരിക്കും. ഭാവിയിൽ ക്യാൻസർ വരാൻ പോകുന്നൊരു കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ വളർത്തുന്നതിലൊക്കെ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞ് കുട്ടിയോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതം വേറൊരു രീതിയിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഇംപ്ലിക്കേഷൻസ് ഈ ജനറ്റിക് ടെസ്റ്റുകളിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ചിലത് ഈ പ്രഡിക്റ്റീവ് എന്നുള്ള തരത്തിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വാർഡിലൊരു ITP, അതായത് ത്രോംബോസൈറ്റോപീനിയൊക്കെ ആയിട്ട് അഡ്മിറ്റായ ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഫാദറിനെ കണ്ടപ്പം അയാൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള അബ്നോർമൽ മൂവ്മെൻറ്റ്സ് ഒക്കെ കണ്ടു. അപ്പോൾ അയാളുടെ പേപ്പേഴ്സൊക്കെ നോക്കിയപ്പോഴത്തേക്കും അയാൾക്ക് ഹണ്ടിങ്ടൺസ് കൊറിയ എന്ന് പറയുന്നൊരു രോഗമാണ്. ഹണ്ടിങ്ടൺസ് കൊറിയ ഫാദറിനുണ്ടെങ്കിൽ 50% സാധ്യതയുണ്ട് കുട്ടിക്ക് വരാൻ. പക്ഷേ അത് കുട്ടിക്ക് ഇതുവരെ ലക്ഷണങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഭാവിയിൽ ഈ കുട്ടിക്ക് ഇതേ രീതിയിൽ പ്രശ്നങ്ങൾ വരാനും വളരെ അധികം പ്രായമാവാതെ തന്നെ മരണപ്പെടാനൊക്കെയുള്ള സാധ്യത 50% ഉണ്ട് ഈ കുട്ടി, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കുട്ടിക്ക്. അപ്പം ഓൾറെഡി ഭാര്യ ആകെ പ്രശ്നത്തിലാണ്. ഈ രോഗമൊന്നും എന്നോട് കല്യാണത്തിൻ്റെ സമയത്ത് പറഞ്ഞിട്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ടുള്ള പ്രശ്നത്തിലാണ്. ഇയാളാണെങ്കിൽ ഇയാളെ രോഗത്തിൻ്റെ ഒരു സവിശേഷത കാരണം ഭാര്യയായിട്ട് എപ്പോഴെപ്പോഴും വഴക്കൂടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. അപ്പം വൈഫിന് ഇപ്പോൾ അറിയണം ഈ കുട്ടിക്ക് ഭാവിയിൽ ഈ രോഗം വരുമോ, അതനുസരിച്ചിട്ട് എനിക്ക് ചില കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യാനുണ്ട്, ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യണം. അപ്പോൾ അത് ഭയങ്കര ഒരു ഡയലമ്മയാണ്. ഇത്
നമ്മൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ചെയ്തിട്ട് കുഴപ്പമില്ല എന്നുള്ള റിസൾട്ട് കിട്ടിയാൽ വളരെ സന്തോഷം. പക്ഷേ ഈ കുട്ടിക്ക് ഹണ്ടിങ്ടൺ ഡിസീസ് വരാൻ പോവാണെന്നുള്ള റിസൾട്ട് കിട്ടിയിട്ട് ഇവരോട് പറയുക, അതൊക്കെ ഈ പ്രെഡിക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നതും വളരെ എത്തിക്കലായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നമുക്ക് വളരെ നമ്മൾ ഒരു കോൺഫ്ലിക്ട്സിൽ ആവുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഈ കുട്ടിക്ക് ഇപ്പോൾ ഈ കുട്ടിക്ക് 3-4 വയസ്സേ ഉള്ളൂ, സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ കുട്ടിക്ക് രോഗം വരുന്ന സമയത്ത് ഇയാൾ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് ഈ കുട്ടിക്ക് ഇത് താല്പര്യം ഉണ്ടാവുമോ, എൻ്റെ രോഗം മുൻകൂട്ടി കണ്ടുപിടിക്കണമെന്നോ? അപ്പോൾ അതൊക്കെ ആ ഒരു രീതിയിലുള്ള കുറേ ചോദ്യങ്ങൾ അതിൽ വരുന്നുണ്ട്. പിന്നെ ന്യൂ ബോൺ സ്ക്രീനിങ്, ഇപ്പോൾ നമ്മൾ ചില കണ്ടീഷൻസ് സ്ക്രീൻ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ കണ്ടീഷൻസ് സ്ക്രീൻ ചെയ്യാനുള്ള ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ നമ്മൾ IMCHൽ ഇപ്പോൾ നമുക്ക് മറ്റേ ടാൻഡം മാസ് സ്പെക്ട്രോമെട്രി എന്നുള്ള മെഷീനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സ്ക്രീൻ ചെയ്യുകയാണെങ്കിൽ ഒരു 40-50 കണ്ടീഷൻസ് ഒറ്റയടിക്ക് അങ്ങ് സ്ക്രീൻ ചെയ്യാം. അപ്പോൾ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ന്യൂ ബോൺ ബേബി ജനിച്ചിട്ട് ഒരാഴ്ച അല്ലെ 2 ആഴ്ച കഴിയുമ്പോഴേക്കും നമുക്കറിയാം ഈ കുട്ടിക്ക് ഇന്നൊരു രോഗം ഉണ്ട് എന്നുള്ള തരത്തിൽ തന്നെ അറിയാൻ പറ്റും. പക്ഷേ ആ ഒരു രോഗത്തിനുള്ള ചികിത്സ നമ്മുടെ അടുത്തുണ്ടോ? ചികിത്സിക്കാൻ പറ്റാത്തൊരു രോഗം മുമ്പേ കണ്ടുപിടിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ സ്ക്രീനിങ്ങിൽ അങ്ങനെ കുറേ കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ചികിത്സയുള്ള രോഗമാണോ, നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആണോ അത്? ആ രോഗം നമ്മളെ സ്ക്രീനിങ് ടെസ്റ്റ് റിസൾട്ട് കാരണം മുൻകൂട്ടി കണ്ടുപിടിച്ചാൽ അതിൻ്റെ ഔട്ട്കമ്മിൽ എന്തെങ്കിലും നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ? അതോ സിംറ്റംസ് വരുമ്പോൾ കണ്ടുപിടിച്ചാലും സെയിം ഔട്ട്കം തന്നെയാണോ? അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഒരു പ്രത്യേക സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. അല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിവുണ്ടെന്ന് വെച്ചിട്ട് അതെല്ലാം അങ്ങ് ചെയ്യുക എന്നുള്ളതല്ല ലക്ഷ്യം. അതേസമയം ചില കണ്ടീഷൻസ് സ്ക്രീൻ ചെയ്തിട്ട് നമുക്ക് വളരെയേറെ ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഹൈപ്പോതൈറോയിഡ്സ് നമ്മളിപ്പോൾ സ്ക്രീൻ ചെയ്യുന്നു. പണ്ടാണെങ്കിൽ നമ്മൾ 1 വയസ്സും 2 വയസ്സൊക്കെ ആകുമ്പോഴൊക്കെയാണ് പലപ്പോഴും കണ്ടുപിടിക്കുക. അപ്പോഴത്തേക്ക് അവരുടെ ബുദ്ധിശക്തിയൊക്കെ കുറേ കുറഞ്ഞു പോയിട്ടുണ്ടാവും. ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താലും എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അതേസമയം ഇപ്പോൾ ആ കുട്ടികൾ ന്യൂ ബോൺ പീരീഡ് തൊട്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതേപോലെ കഞ്ചനിറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലേസിയ നമ്മൾ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. മുമ്പാണെങ്കിൽ ആ കുട്ടികൾ ഷോക്കായിട്ട് വന്ന് ഡെത്താവലാണ് പലപ്പോഴും. അല്ലെങ്കിൽ എംബിഗ്യസ് ജെനിറ്റലിയ ഉള്ളതാണെങ്കിൽ നമ്മൾ സസ്പെക്റ്റ് ചെയ്യുക, അല്ലാതെ ആൺകുട്ടികളാണെങ്കിൽ പലപ്പോഴും സസ്പെക്റ്റ് ചെയ്യില്ല. അപ്പോൾ അതിനൊക്കെ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ നമുക്കിപ്പോൾ സാധിച്ചിട്ടുണ്ട്. അതേസമയം വ്യക്തമായ ചികിത്സ ഉണ്ടാവും ചിലപ്പോൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഫിനൈൽ കീറ്റോണൂറിയ നമ്മൾ മുമ്പ് സ്ക്രീൻ ചെയ്തിരുന്നു. ഭാഗ്യത്തിന് അന്നൊന്നും പോസിറ്റീവ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ആ കുട്ടികൾക്കുള്ള ചികിത്സ കൊടുക്കാനുള്ള കൃത്യമായൊരു സംവിധാനം ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോഴും ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം ഉള്ള ധാരാളം കുട്ടികൾ നമ്മൾ സിംറ്റംസ് വന്നതിന് ശേഷം കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷേ അവരെ വേണ്ട രീതിയിൽ അവർക്ക് വേണ്ട സ്പെഷ്യൽ ഡയറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സ്ക്രീൻ ചെയ്യുമ്പോൾ നേരത്തെ ഡോക്ടർ അഷ്റഫ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള റീഹാബിലിറ്റേഷൻ കാര്യങ്ങളും കൂടെ ചെയ്യാനുള്ള പ്ലാൻ നമുക്ക് വേണം. അതുപോലെ ഒരു കാര്യം കണ്ടുപിടിച്ചാൽ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ള കൃത്യമായൊരു സംവിധാനം നമുക്കില്ലെങ്കിൽ സ്ക്രീനിങ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല. പിന്നെ വേറെ കുറേ പ്രശ്നങ്ങളുള്ള നമ്മളൊരു ജനറ്റിക് പ്രോബ്ലം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവരൊരു സ്റ്റിഗ്മറ്റൈസേഷൻ ഉണ്ട്. ചില ഇൻഷുറൻസ് സ്കീമുകളൊന്നും അവൈലബിൾ ആവാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ജനറ്റിക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ ലിമിറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ ഈ കുറേ കൾച്ചറൽ ആൻഡ് റിലീജിയസ് സെൻസിറ്റിവിറ്റീസ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പം ഡൗൺ സിൻഡ്രോമിനുള്ള യൂണിവേഴ്സൽ സ്ക്രീനിങ് എന്നൊക്കെ പറഞ്ഞു. എല്ലാ ആൻറ്റിനേറ്റൽ ലേഡീസും സ്ക്രീനിങ്ങിന് വിധേയമാവണം. സ്ക്രീനിങ്ങിന് വിധേയമായിട്ട് എന്ത് ചെയ്യും? സ്ക്രീനിങ് ടെസ്റ്റിൽ ഡൗൺ സിൻഡ്രോം ഉണ്ടാവാനുള്ള റിസ്ക് കൂടുതലാണെന്ന് ചിലപ്പോൾ കിട്ടും. ആദ്യമേ നമ്മൾ പറയണം ഇത് സ്ക്രീനിങ് ആണ്, ഡൗൺ സിൻഡ്രോം ഉണ്ട് ഇല്ല എന്നുള്ള ഉത്തരം അല്ല കിട്ടുക. റിസ്ക് കൂടുതലാണ് അല്ലെ റിസ്ക് കുറവാണ്, അങ്ങനെ ഒരു ഉത്തരമേ സ്ക്രീനിങ്ങിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ റിസ്ക് കൂടുതലാണെന്നുള്ള ഉത്തരം കിട്ടി. റിസ്ക് കൂടുതലായി അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് റിസ്ക് കൂടുതലാണ്, ആംനിയോസെൻറ്റസ് ചെയ്യണം, കൺഫേം ചെയ്തു. ഡൗൺ സിൻഡ്രോം ഉണ്ട് 100% ഉറപ്പായിട്ട് ഡൗൺ സിൻഡ്രോം ആണെന്നുള്ള ഉത്തരം കിട്ടി. എന്നിട്ട് നമ്മൾ പറയുകയാണ് ശരി ഇപ്പോൾ ഡൗൺ സിൻഡ്രോം ഉണ്ട്, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇന്ന് ഇതൊക്കെയാണ് പ്രശ്നം, അപ്പോൾ നിങ്ങളിത് ടെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ സമയത്ത് അവർ പറയുമോ ഞങ്ങളുടെ വിശ്വാസപ്രകാരം നമുക്ക് ടെർമിനേഷൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യമേ ചർച്ച ചെയ്യണം. നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക,
അവസാനം ഇതിൽ നിന്ന് നമുക്കുള്ളത് ടെർമിനേഷൻ എന്നുള്ളൊരു ഓപ്ഷനാണ്. അതിന് വില്ലിങ് അല്ലേ പിന്നെ നമ്മൾ ഈ സ്ക്രീനിങ് തൊട്ടേ ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചപ്പോരെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് ഈ പ്രീ ടെസ്റ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമേ എന്താണ് ഈ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവരോട് ഡിസ്കസ് ചെയ്യണം. ചില ആൾക്കാർ എന്നാലും പറയും അമ്നിയോസെൻറ്റസിസ് ചെയ്യാം, എന്നാലും നമ്മൾ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് ആദ്യമേ അറിഞ്ഞിരിക്കാം, അതിനുവേണ്ടി പ്രിപ്പയർഡ് ആവാം. ഇങ്ങനെ ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് മാനസികമായിട്ട് തയ്യാറെടുപ്പാവാം. അങ്ങനെയുള്ളവരുണ്ട്, അങ്ങനെയുള്ളവർക്ക് ചെയ്യാം. പക്ഷേ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അവരാണ് തീരുമാനിക്കേണ്ടത് ഈ ഒരു ടെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അത് നമ്മുടെ തീരുമാനമല്ല. അതാണ് ഈ ജനറ്റിക് കൗൺസിലിങ്ങിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്. ഈ നമ്മൾ ഇപ്പോൾ എല്ലാ ജനിതക വ്യത്യാസങ്ങളും കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടില്ല. കുറേ ഇപ്പോൾ ഒരു പ്രത്യേക ഒരു രോഗമാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ റെഡനോ ല്യൂക്കോഡിസ്ട്രോഫി എന്ന് പറയുന്ന ഒരു രോഗമാണ് നമ്മുടെ മനസ്സിലുള്ളത്. അതാണോ അല്ലയോ നോക്കാനായിട്ട് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ഇപ്പോൾ ചെയ്യുന്നു. ഹോൾ എക്സോം സീക്വൻസിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഈ നമ്മുടെ 20,000 ജീനുകളിലുള്ള വ്യത്യാസങ്ങളെല്ലാം നോക്കും. അപ്പോൾ അത് നോക്കിയിട്ട് അവിടെ ഇവിടെയും ചെറിയ വേരിയേഷൻസൊക്കെ കാണും. അതൊക്കെ അവർ റിപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് ചെറുതായിട്ട് അടുത്ത് നിൽക്കുന്ന കുറേ രോഗങ്ങളിലുള്ള ജീനുകളിലുള്ള വേരിയേഷൻസൊക്കെ റിപ്പോർട്ട് ചെയ്യും. അതാണ് നമ്മൾ, എന്നിട്ട് അവർ പറയും ഇതൊരു വേരിയൻ്റ് ഓഫ് അൺനോൺ സിഗ്നിഫിക്കൻസ് ആണ്. അതായത് ഇന്ന ജീനിലൊരു വേരിയേഷൻ ഉണ്ട്, അത് പക്ഷേ ഈ രോഗം ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അതാണ് വേരിയൻ്റ് ഓഫ് അൺനോൺസ്. അപ്പോൾ പിന്നെ നമുക്ക് ജോലിയായി ഇതിൻ്റെ പ്രാധാന്യം എന്താണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ വേരിയൻ്റ് ഓഫ് അൺനോൺ സിഗ്നിഫിക്കൻസിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളതും, അതേപോലെ അൺഎക്സ്പെക്റ്റഡായിട്ട് കാണുന്ന നമ്മൾ ഒരു രോഗത്തിന് വേണ്ടി ടെസ്റ്റ് ചെയ്തു, പക്ഷേ വേറൊരു രോഗമുള്ളതായിട്ട് റിസൾട്ടിൽ കാണുന്നു. അപ്പോൾ അതെങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളതൊക്കെ വളരെ വലിയ ഇഷ്യൂസാണ് ഈ ജനറ്റിക് ടെസ്റ്റിങ്ങിൽ. പിന്നെ റിസർച്ച് ആൻഡ് ക്ലിനിക്കൽ ടെസ്റ്റിംഗ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ജനറ്റിക് ക്ലിനിക്കിൽ ഇരിക്കുകയാണ്. എനിക്ക് അവിടെ വരുന്ന ഓരോ രോഗിക്കും കൃത്യമായിട്ട് ഏത് ജീനിലാണ് തകരാറെന്ന് അറിയാൻ ഭയങ്കര താല്പര്യമാണ്. അതെൻ്റെ ഒരു റിസർച്ച് ഇൻട്രസ്റ്റാണ്. അതറിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമാണ്. എന്ന് വെച്ച് വരുന്നവരെല്ലാം കൊണ്ട് എനിക്ക് ടെസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? പൈസ ചിലവാക്കുന്നത് അവരാണ്, കുട്ടി അവരുടേതാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ റിസർച്ച് ഇൻട്രസ്റ്റും ക്ലിനിക്കൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ഉള്ളത്. റിസർച്ച് ചെയ്യണം. റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ എല്ലാ ഡെവലപ്മെൻറ്റ്സും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ റിസർച്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായ പ്രോട്ടോക്കോൾ ഉണ്ട്. റിസർച്ച് ഇൻട്രസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇൻഫോംഡ് കൺസെൻറ്റ് നമ്മൾ എടുക്കണം. ആ ടെസ്റ്റിൻ്റെ ചിലവ് ഈ പേഷ്യൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വരരുത്. ഏത് സമയത്ത് വേണമെങ്കിൽ റിസർച്ചിൽ നിന്ന് പിന്മാറാൻ അവർക്ക് അനുവാദം ഉണ്ടാവണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം റിസർച്ചും ക്ലിനിക്കൽ ടെസ്റ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ചില സിറ്റുവേഷനിൽ നമ്മൾ എത്തിപ്പെടും. ഉദാഹരണത്തിന് ഒരു പേഷ്യൻറ്റിന് 26 ആഴ്ച ആയ സമയത്താണ്, 26 വീക്സ് ഓഫ് ജെസ്റ്റേഷനിലാണ് എന്തോ അൾട്രാസൗണ്ടിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കണ്ടപ്പോൾ സംവൺ അഡ്വൈസ്ഡ് amniocentesis and it was diagnosed as having Down syndrome. So it is at 26 weeks. ഇപ്പോൾ നമ്മുടെ ലീഗൽ ഇത് വെച്ചിട്ട് 20 വീക്സ് വരെ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ഡിസിഷൻ പ്രകാരം അബോർഷൻ ചെയ്യാം. 24 വീക്സ് വരെ 2 ഗൈനക്കോളജിസ്റ്റ് തമ്മിൽ ഒരു കൺസെൻസസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അബോർഷൻ ചെയ്യാം. 24 വീക്സ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ ഉള്ളത് അവർക്ക് കോടതിയെ സമീപിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ബോർഡ് കൂടിയിട്ട് അവർക്ക് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനമെടുക്കാം. അപ്പോൾ അങ്ങനെ തീരുമാനമെടുക്കുന്നതിൽ അതൊരു ലീതൽ കൺജനിറ്റൽ അനോമലി ആണെങ്കിലോ അല്ലെങ്കിൽ അമ്മയുടെ ജീവന് അത്രയും അപകടമുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിലൊക്കെയാണ് അതിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നത്. ഡൗൺ സിൻഡ്രോം എന്നുള്ളൊരിത് വെച്ച് നോക്കുമ്പോഴത്തേക്കും we have seen so many children with Down syndrome. They are living happy life. Many of them are even independent. They are doing jobs. They are earning independently. Many of them are very lovable children. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ വാട്ട് ഡിസിഷൻ വി വിൽ ടേക്ക് ഇൻ ദിസ് സിറ്റുവേഷൻ, ദിസ് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട്. ഇൻ സച്ച് സിറ്റുവേഷൻസ് we will have to discuss, counsel the family again how to cope up with such a child. പ്രോബബ്ലി അവർ ഡൗൺ സിൻഡ്രോം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഉണ്ടാവില്ല. എന്തോ വലിയൊരു അപകടം സംഭവിക്കുന്നു എന്ന് മാത്രമേ മനസ്സിലാക്കിയിട്ടുണ്ടാവുള്ളൂ. സോ അപ്പോൾ അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസും ഉണ്ടാവാം. സൈക്കോ സോഷ്യൽ ഇമ്പാക്ട്സ് ആണ് ഓരോ രോഗങ്ങളും ഈ ഒരു ഫാമിലിയിൽ ഭയങ്കരമായ കുറ്റബോധങ്ങളൊക്കെ ഉണ്ടാക്കും. ഉദാഹരണത്തിന്
നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള ചില കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഡൗൺ സിൻഡ്രോം, ഒരു കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ഉണ്ട് കഴിഞ്ഞാൽ ചില പാരൻസിൻ്റെയൊക്കെ ധാരണ, അവർ നമ്മളല്ലാണ്ട് തന്നെ പലപ്പോഴും പറയാറുണ്ട് ജന്മം അത് ഇതൊക്കെ പല തരത്തിലും പലരും പറയും. അപ്പോൾ അങ്ങനെയുള്ള കുറ്റബോധങ്ങളുണ്ടാവും ചിലർക്ക്. വേറെ ചിലർക്കാണെങ്കിൽ വേണ്ടത്ര ശ്രദ്ധ എടുക്കാത്തത് കൊണ്ടാണോ, ആൻറ്റിനേറ്റൽ പീരീഡിൽ വേണ്ടത്ര കെയർ എടുക്കാത്തത് കൊണ്ടാണോ, ആ സമയത്തുണ്ടായ മാനസിക സംഘർഷങ്ങൾ കൊണ്ടാണോ, അങ്ങനെയൊക്കെ പലരും പലതും ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ മനസ്സിലുള്ള തെറ്റായ ധാരണകൾ തിരുത്തി കൊടുക്കുക എന്നുള്ളതും വളരെ വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ അവർ ആ ലൈഫ് മുഴുവനും ഇങ്ങനെയുള്ള ചില കുറ്റബോധങ്ങളിലൂടെ ആയിരിക്കും അവർ ജീവിച്ച് തീർക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് ബൈ ചാൻസ് വരുന്നതാണ്. ആർക്ക് വേണമെങ്കിലും വരാം. ബൈ ചാൻസ് ചിലർക്ക് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് നോട്ട് എനി വൺസ് ഫോൾട്ട്. ഈവൺ ഇഫ് ഇറ്റ് ഈസ് because one parents are carriers, it is not their fault. We never use the term there is a fault. It is not a fault, it is a variation, it is some change, that's all. Even Down syndrome is not considered as a disease, it is a state, a different state. And we have seen so many family disharmony, divorces and all happening when such cases arise. So probably it is with the proper counseling and all we can reduce the incidence of such situations. Then there is something called duty to warn and confidentiality. For example, already Dr. Nisha has mentioned about Duchenne muscular dystrophy, which is X-linked. So one boy was diagnosed as having Duchenne muscular dystrophy, and naturally if they want further children and all, we will do the carrier status of the mother, and mother is identified as a carrier. So mother's younger sister is just married and she is planning to have a child. So once the mother is carrier, so either it could be a new mutation which has happened in her, or she might have derived it from her mother. If it is from her mother, there is an equal chance that her sister also has that abnormal gene. In that case, there is a chance that if she is going to have a boy, there is 50% chance that that child will again have Duchenne muscular dystrophy. So ideally what we should do, we should ask the mother to tell all these things to her sister, and she should all consult us. We should do the carrier testing in that. So all this depends on whether this mother would like to disclose this to other family members. So there is a conflict between confidentiality and duty to warn, because as of now Duchenne muscular dystrophy, we don't have a satisfactory treatment, and it is very difficult to see them deteriorating in front of our eyes over years, and it is a very depressing situation. So such conflicts will be there. That also probably with proper counseling we can make a difference. We cannot directly go and tell the other lady. We don't have any direct access to her also. Then now some newer situations arising is something called reverse phenotyping. We will investigate and find out something. Then only we will look into the patient and look for the various features. That is the new problem we are facing. Because of some, without properly working up the case, we will order the genetic testing, and in the genetic testing they will suggest a few diagnoses. Then we will have to go back to the patient, we will take a careful history, we will make a careful examination, other investigations needed. So that is reverse phenotyping. Whereas deep phenotyping is you do all this work before sending sample for genetic testing, so that you are more sure about your possibilities. And whenever we advise a test, we should be knowing what are the tests available. So already Dr. Nisha has mentioned about all these things, which test to offer, what is the turnaround time, how much time it will take for the results to come, and what all. Whenever we deal with a condition, we should update with that condition. So once I am going to counsel a child with Duchenne muscular dystrophy, it may not be in the same way I was doing 1 year back. So much have happened over this 1 year. So there should be an updated knowledge about each and every condition before you are going to counsel with the family.
because lot of changes are happening every day, and as a clinician you have to update with whatever is happening. It is a very difficult task, but with an individual condition, suppose you have a genetic report, you know this is the disease, then you have to update your knowledge before going to talk with the family. That's very, very important. That's all. Thank you.